പ്രൊഫസർ ടി ജെ ജോസഫിന്റെ കൈപ്പത്തി വെട്ടിമാറ്റിയ കേസിൽ ഒന്നാം പ്രതി സമാദിനെ എൻഐഎ അറസ്റ്റ് ചെയ്തു. അധ്യാപകന്റെ കൈപ്പത്തി മഴ ഉപയോഗിച്ച് വെട്ടിമാറ്റിയത് സമാദായിരുന്നു. 13 വർഷങ്ങളായി ഒളിവിൽ കഴിഞ്ഞിരുന്ന സമാദിനെ കണ്ണൂർ മട്ടന്നൂരിലെ ബേരത്ത് നിന്നാണ് അറസ്റ്റ് ചെയ്തത്. മട്ടന്നൂരിൽ സമാദ് താമസിച്ചിരുന്ന സ്ഥലത്ത് നിന്നുള്ളൊരു പ്രതികരണം കേൾക്കാം. ആദ്യം ഒളിവിൽ പോയിട്ട് അപ്പോൾ അതിനു മുമ്പ് വിളക്കോട് താമസിച്ച് എന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. ഇവിടെ വരുന്നതിന് തൊട്ട് മുമ്പ് ഇവിടെ നിങ്ങളോടൊക്കെ എങ്ങനെയായിരുന്നു ഇടപെടലൊക്കെ? നമ്മളോട് നല്ല രീതിയിലാണ്. നമ്മൾ ചോദിച്ചതിന് മാത്രം കാര്യങ്ങൾ പറയും. അങ്ങനെ കാണലില്ല. രാത്രികാലങ്ങളിൽ വീട് കയറുമ്പോഴൊക്കെ ഇപ്പോൾ ഒരാഴ്ച മുമ്പ് നമ്മൾ ഇവിടെ നിന്ന് സംസാരിച്ചു. അന്നേരം നല്ല സ്വഭാവമാണ്. പിന്നെ വീടുകളിൽ പോയി ജോലി ചെയ്യണം. വീടുകളിൽ പോയി ജോലി ചെയ്യണം. ആശാരിപ്പണിയാണ് നടക്കുന്നത്. ഈ വീട്ടിൽ ഭാര്യയും 2 മക്കളും, വേറെ ആരുമില്ല. വാടകയ്ക്കില്ല വീട്. 2 വർഷം മുമ്പ് ഇവിടെ എത്തുമ്പോൾ നിങ്ങൾ പരിചയപ്പെട്ടിരുന്നു. ഷാജഹാൻ എന്ന പേര്. നമ്മളൊരു പുതിയ കുടുംബം വന്നാൽ സാധാരണ രീതിയിൽ പരിചയപ്പെടാറുണ്ട്. അപ്പോൾ ഷാജഹാൻ എന്ന പേര്, ചെറിയ കുട്ടി പെൺകുട്ടിയാണ്, ഭാര്യ ഗർഭിണിയാണ്. അപ്പോൾ നമ്മളൊരു നല്ല രീതിയിലുള്ള പെരുമാറ്റം. അപ്പോൾ നമ്മൾ വേറെ സംശയിക്കേണ്ട ഇടയേ ഇല്ലല്ലോ. അങ്ങനെയാണ്. കല്യാണം കാസർഗോഡ് എന്നാണ് കഴിച്ചതെന്ന് അറിയാൻ വേണ്ടി സാധിച്ചത്. 2 വർഷമായി ഇവിടെ താമസിക്കുന്നത്. അതിന് മുൻപ് എവിടെയായിരുന്നു? അവിടെ മുമ്പ് വിളക്കോട് എന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. വിളക്കോടായിരുന്നു താമസം എന്നാണ് പറഞ്ഞത്. സത്യാവസ്ഥ അറിയില്ല. അപ്പോൾ ഈ പേര് മാറ്റി പറഞ്ഞത് കൊണ്ട് വിളക്കോടാണോ എന്നുള്ളത് അറിയാൻ വേണ്ടി പ്രയാസമുണ്ടല്ലോ. പേര് ഇവിടെ ഷാജഹാൻ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇന്ന് പിടിച്ചപ്പെട്ടപ്പോഴാണ് മറ്റൊരു യഥാർത്ഥ പേര് സവാദ് എന്നാണ്. ഇവിടെ എത്തിപ്പെടുന്നത് ഈ പണിയായി ബന്ധപ്പെട്ടിട്ടാണ് എത്തിപ്പെടുന്നത്. ഇവിടെ ഇവിടെ ഒരു NDF-ന്റെ പ്രവർത്തകന്റെ കൂടിയാണ് പണി. അങ്ങനെയായിരിക്കും ഇവിടെ വാടകയ്ക്ക് എത്തിപ്പെടുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. സുഹൃത്തുക്കളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. സുഹൃത്തുക്കളായിട്ട് അങ്ങനെ ആരും അറിയില്ല. സുഹൃത്തുക്കളുടെ ഇതിന് പുറത്ത് ഇവിടെ ആരും ഇല്ല. ഇവിടത്തെ ചെറുപ്പക്കാരായിട്ട് ഇടവകലോ അങ്ങനെയൊന്നുമില്ല. ബന്ധമുണ്ടാവും. ഇല്ല, അതറിയില്ല. ആ സമയത്ത് അവിടെ നമ്മുടെ ഒരു ചെറുപ്പക്കാരൻ നഷ്ടപ്പെട്ടിരുന്നു നമുക്ക്. CPM-ന്റെ സംശയമുണ്ട്. സംശയാസ്പദമായ ഒന്നും തോന്നിയില്ല. ഇല്ല. ഇവിടെ വന്നിട്ട് അങ്ങനെ ഇവിടത്തെ ചെറുപ്പക്കാരായിട്ടോ ഇടപഴകുന്നതോ ഒന്നുമില്ല. പണികേരും വീട്ടിൽ പോവും, വേറെ ഒന്നുമില്ല. പുറത്തെങ്ങനെയാണ് എന്നുള്ളത് അറിയില്ല. ഇവിടെയില്ല ചെറുപ്പക്കാരായിട്ടോ അല്ലെ മറ്റു വീടുകളായിട്ടോ ഒരു ബന്ധമില്ല. ഇത് ഒരു ഖദീജ എന്ന് പറഞ്ഞവരെ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. അതറിയില്ല. അതെങ്ങനെ അറിയില്ല. വാടക എങ്ങനെയാന്ന് അറിയില്ല. നിങ്ങൾ സ്ഥിരമായി കാണുന്ന വ്യക്തിയാണ്? സ്ഥിരമായിട്ടല്ല. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. രാവിലെ പണിക്ക് പോകും, പിന്നെ രാത്രി വീട്ടിൽ വരും. മറ്റു വീട്ടുകാരുമായിട്ടോ അല്ല ഇവിടുത്തെ ചെറുപ്പക്കാരായിട്ടോ ഇടപെടലില്ല. അപ്പൊ കഴിഞ്ഞ ആഴ്ച നമ്മളിങ്ങനെ പോകുമ്പോഴാണ് അവിടെ വീട്ടിൽ പണിയെടുക്കുമ്പോൾ നമ്മൾ സംസാരിച്ചു. 1/4 മണിക്കൂറോളം സംസാരിച്ചിരുന്നു. അന്നേരമാണ് ഈ കൂലി 1200 പിന്നെ ഇന്നയാളെ കീഴിലാണ് പണി എന്നെല്ലാം പറഞ്ഞത്. ഇതിനു മുമ്പ് വിളക്കോട് എത്ര വർഷം ഉണ്ടെന്ന് അതറിയില്ല. അതൊന്നും അറിയില്ല. ഇല്ല. ഏതായാലും ഇതാണ് സ്ഥലം. അതായത് മട്ടന്നൂര് പരിയാരം ബേരം എന്ന സ്ഥലത്ത് ഇവിടെയാണ് കഴിഞ്ഞ 2 വർഷമായി ഈ സവാദ് താമസിച്ചിരുന്നത്. സവാദ് എന്ന പേരിലായിരുന്നില്ല, ഷാജഹാൻ എന്ന പേര് മാറ്റി ആണ് ഇവിടെ ഈ വാടക വീട്ടിൽ ഖദീജ എന്ന വ്യക്തിയുടെ വീടായിരുന്നു. ആ വീട്ടിലേക്ക് എത്തിയത്. ഈ പണിക്ക് പോവുകയായിരുന്നു. അതായത് ആശാരിപ്പണിക്ക് പോവുകയായിരുന്നു. വീടുകളിൽ ആശാരിപ്പണി ചെയ്തുകൊണ്ട് കഴിയുകയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടെ NDF-ന്റെ ആളുകളും ഉണ്ടായിരുന്നു എന്നതാണ് നാട്ടുകാർ പറയുന്നത്, ഈ പ്രദേശത്തുള്ളവർ പറയുന്നത്. ഈ പ്രദേശത്തെ മറ്റാളുകളുമായി എങ്ങനും അങ്ങനെ ബന്ധമുണ്ടായിരുന്നില്ല. അതേസമയം NDF-ന്റെ ആളുകളുമായി ഈ സവാദിന്
ബന്ധമുണ്ടായിരുന്നു എന്നവർ പറയുന്നുണ്ട്. ജോലിക്ക് പോകുന്നതൊക്കെ അങ്ങനെയാണ്, അവർക്കൊപ്പമാണ് ഈ ആശാരിപ്പണിയെടുക്കാൻ പുറത്ത് പോയിരുന്നത് എന്നതാണ്. ഈ പരിസരങ്ങളിലൊക്കെ തന്നെ ആശാരിപ്പണിയെടുക്കാൻ പോയ വ്യക്തിയാണ് സവാദ്. ഈ വീട്ടിൽ കഴിഞ്ഞ 2 വർഷമായി ഉണ്ടായിരുന്നു. അതിനു മുൻപ് വിളക്കോട് എന്ന സ്ഥലത്ത് സവാദ് താമസിച്ചിരുന്നു എന്ന് പറയുന്നു. പക്ഷേ അപ്പോഴും ഷാജഹാൻ എന്ന പേരിലാണോ എന്ന കാര്യത്തിലൊന്നും തന്നെ വ്യക്തതയില്ല. പക്ഷേ അവിടെയും താമസിച്ചു. അതിന് ശേഷമാണ് 2 വർഷമായി ഇവിടെ താമസിച്ചിരുന്നത്. കല്യാണം കഴിച്ചിരുന്നു, വിവാഹം കഴിച്ചിരുന്നു. കാസർഗോഡ് നിന്നാണ് സവാദ് വിവാഹം കഴിച്ച് അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും ഒക്കെ ഈ വീട്ടിൽ കഴിഞ്ഞിരുന്നു. ഏതായാലും ഇത്രയധികം ഒരു ജനസാന്ദ്രതയേറിയ ഒരു സ്ഥലത്ത് ഇത്ര വർഷം 2 വർഷമാണെങ്കിൽ കൂടി നാട്ടുകാർക്കുമായിട്ടുള്ള ഇടപെടൽ അതൊക്കെ എങ്ങനെയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരാളുടെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. NDF-മായി ബന്ധമുണ്ട് എന്ന് പറയുന്നു. 13 വർഷം ഈ അന്വേഷണ ഏജൻസികളെയും പ്രാദേശിക പോലീസിനെയും ഒക്കെ കബളിപ്പിച്ചുകൊണ്ട് കഴിയുക എന്നത് ഒരു സമർത്ഥനായ ഒരു വ്യക്തിക്ക് മാത്രമേ കഴിയുകയുള്ളൂ. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നാട്ടുകാരുടെ കൂടുതൽ പ്രതികരണങ്ങളൊക്കെ എന്താണ് മനസ്സിലാക്കുന്നത്? അതായത് കഴിഞ്ഞ 2 വർഷം മുൻപാണ് സവാദ് ഇവിടേക്ക് എത്തുന്നത്. നാട്ടുകാരോട് പറഞ്ഞിരുന്നത് ഷാജഹാൻ എന്ന പേരാണ് എന്നതാണ്. അങ്ങനെ ഇയാൾ ഇവിടെ എത്തുന്നു. ഇയാൾക്ക് ഒപ്പം സഹായിക്കാൻ ആളുകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ഈ നാട്ടുകാരുമായി അത്ര ബന്ധം ഉണ്ടായിരുന്നില്ല. അതായത് ഇവിടെയുള്ള കുട്ടികളുമായോ യുവാക്കളുമായോ വലിയ രീതിയിൽ സൗഹൃദമൊന്നും തന്നെ സ്ഥാപിച്ചിരുന്ന വ്യക്തിയല്ല സവാദ് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നാട്ടുകാർ പറയുന്നത് അങ്ങനെ അധികം ബന്ധം ഒന്നും തന്നെ സവാദിന് ഉണ്ടായിരുന്നില്ല. സുഹൃത്തുക്കൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഒരാൾ NDF-ൻ്റെ ഒരു പ്രവർത്തകൻ ഉണ്ടായിരുന്നു എന്ന് നാട്ടുകാർ പറയുന്നു. അയാളുടെ കൂടിയാണ് ഈ ആശാരിപ്പണിക്ക് പോയിരുന്നത്. അങ്ങനെ ഈ പരിസരത്തെ വീടുകളിലൊക്കെ തന്നെ ആശാരിപ്പണിക്ക് പോവുകയായിരുന്നു. പക്ഷേ യാതൊരു സംശയവും ഇദ്ദേഹം ഇങ്ങനെയൊരു കേസിലെ പ്രതിയാണ്, ക്രിമിനൽ കേസിലെ പ്രതിയാണെന്നോ ഇങ്ങനെയൊരു കൊലപാതക ഈ കൈവെട്ടി കേസിലെ പ്രതിയാണെന്നോ ഒന്നും തന്നെ യാതൊരു സംശയം തോന്നിയിരുന്നില്ല. ഭാര്യയും മക്കളുമൊക്കെയായി കുടുംബസമേതം ഈ വീട്ടിൽ കഴിയുകയായിരുന്നു. ഈ NIA സംഘം എത്തി അറസ്റ്റ് ചെയ്ത സമയത്താണ് അപ്പോൾ ആ ഫോട്ടോ കണ്ടപ്പോൾ പോലും ആളുകൾക്ക് മനസ്സിലായത്. കാരണം അതൊരു 13 വർഷത്തെ ഫോട്ടോയായിരുന്നു. പിന്നീട് പത്രങ്ങളിലും ആദ്യം ചാനലുകളിൽ ഈ വാർത്ത വന്ന ശേഷമാണ് ഇയാളാണ് എന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായത്. അല്ലെങ്കിൽ അവർ ഇക്കാര്യമൊക്കെ തന്നെ മനസ്സിലാക്കിയത്. ഇപ്പോൾ മറ്റൊരു ചേട്ടൻ കൂടി ഉണ്ട്. ചേട്ടൻ എവിടെ താമസിക്കുന്നത്? ഇപ്പോൾ അറിയായിരുന്നോ ഈ സവാദിനെ അറിയാന്ന് പറഞ്ഞാൽ ഇങ്ങനെ വന്ന് നിൽക്കുന്നത്, നേരെ പോകുന്നത്, ലോകിയൊന്നുമില്ല, ഒരു മിണ്ടായിട്ടൊന്നുമില്ല. എത്ര വർഷം ഇവിടെ വീടിപ്പം വന്നിട്ട് 1 കൊല്ലം കഴിഞ്ഞിട്ടുള്ളൂ. 2ാമത്തെ കുട്ടി മാസവേദം കൊണ്ട് വന്നാ വീടിന് പ്രസവിച്ചിനി. അപ്പോൾ 1 കൊല്ലം കഴിഞ്ഞിട്ടുണ്ടാവും. അത്രയുള്ളൂ. പേരെന്താ? ഷാജഹാൻ? ആനക്കറിയില്ല വരുന്നു. അയ്യോ മിണ്ടല്ലേ പേരെല്ലാം ചോദിക്കണ്ടു. അയ്യോ ഒരു മിണ്ടാട്ടുമില്ല. അയ്യോ നേരെ ഇവിടുന്ന് പോകും. പിന്നെ ഓരോരുത്തർക്ക് പറ്റിയാളുണ്ടാവുമല്ലോ മിണ്ടായേ. അങ്ങനത്തെ ആളോട് ആരൊക്കെ മിണ്ടുന്നുണ്ടാവും. നമ്മൾ വെച്ച് ഒരു നോക്കിയില്ല. ആശാരിപ്പണി തന്നെ. അങ്ങനെ വരുമ്പോൾ ആശാരിപ്പണി തന്നെ. ഇപ്പോൾ ആ വീട്ടിൽ നിന്നാണ് എടുക്കുന്നത്. അത് അങ്ങതാ പുതിയ വീട്. ആ വീട്ടിൽ നിന്നാണ് ഇപ്പം പണിയെടുക്കുന്നത്. ഫർണിച്ചറിൻ്റെ പണി. അതൊന്നും ഞാൻ അറിയില്ല. അതൊന്നും അറിയില്ല. അതിരാവിലെ കണ്ടില്ലപ്പാ. ചായ കുടിക്കുമ്പോൾ പറയത്തുന്നു കണ്ട് കൂട്ടിയിട്ട് കൊണ്ടുവന്ന്. നേരെ നമ്മളറിയുന്നു ഇതെന്നാ സംഭവം ഒന്ന്. എന്നിട്ട് നമ്മളറിയാം സംഭവം ഒന്നും അറിയില്ലല്ലോ. രാവിലെ ഒരു 6 ആയിട്ടുണ്ടാവും. ഞാൻ രാവിലെ എണീറ്റ് ചായയും കുടിച്ച് ഒരുപടി ആട്ടിനൊന്നും പറിക്കാൻ പോകും. പണിയൊന്നുമില്ല. അതാണ് സംഭവം കണ്ടത്. അയ്യോ ഒരു ബന്ധവുമില്ല. സന്ധ്യാപം വരുന്നതാണ്. പിന്നെ വേറെ ആയിട്ടുള്ള ഒന്നും നമുക്ക് അറിയില്ല. ഇപ്പോൾ ഈ അയൽപക്കത്തെ ചേട്ടനാണ് സംസാരിച്ചത്. അദ്ദേഹം പറയുന്നത് ഇന്ന് രാവിലെയാണ് NIA സംഘം എത്തിയത്. 6:30യോട് കൂടി തന്നെ ഈ വീട്ടിൽ നിന്നും NIA സംഘം സവാദുമായി പുറത്തേക്ക് പോകുന്നത് അവിടെ ഇരുന്ന ചേട്ടൻ കണ്ടു. പക്ഷേ ഇതെന്താണെന്നൊന്നും തന്നെ അവർക്ക് മനസ്സിലായില്ല. ഈ പുറത്തെ ആളുകളുമായി അല്ലെങ്കിൽ നാട്ടുകാരുമായി യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല എന്നതാണ്. അങ്ങനെ അടുപ്പം പുലർത്തിയിരുന്ന വ്യക്തി ആയിരുന്നില്ല സവാദ്. വീട്ടിൽ ആരെങ്കിലും ഉണ്ടോ? കുടുംബക്കാരെങ്കിലും ഉണ്ടോ? വീട്ടിൽ ആരെങ്കിലും ഉണ്ടോ? ഇപ്പോൾ ഭാര്യ അതായത് ഈ വീട്ടിൽ ഈ സവാദിൻ്റെ ഭാര്യയും മക്കളും ഉണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ അവർ വീടിന് ഉള്ളിലാണ്. ഇങ്ങനെയൊരു കേസിലെ പ്രതിയാണ് എന്ന് അറിഞ്ഞിരുന്നില്ല എന്നതാണ് ഭാര്യ നാട്ടുകാരോട് പറഞ്ഞതെന്ന് നമുക്ക് മനസ്സിലാക്കുന്നു. പിന്നീട് ഇപ്പോഴാണ് ഇദ്ദേഹം ഒരു കേസിലെ പ്രതിയാണെന്ന് താൻ അറിഞ്ഞത് എന്ന്
ഭാര്യ പോലും പറയുന്നുണ്ട്. അപ്പോൾ ഈ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവരുമായി യാതൊരു തരത്തിലുള്ള സൗഹൃദം പുലർത്തിയിരുന്നില്ല. ഇപ്പോൾ ഏതായാലും വീട്ടിൽ ഭാര്യയും, അതായത് സവാദിൻ്റെ ഭാര്യയും 2 മക്കളുമുണ്ട്.